നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ജ്ഞാനപാന തുടരുന്നു. 10ാമത്തെ ഭാഗം എത്തി. കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജന്മം ശ്രേഷ്ഠ ജന്മമാണ്. ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ തന്നെത്താൻ അഭിമാനിച്ചാണ് കഴിയുന്നത്. ഇനി ഇതെല്ലാം നമ്മളുടെ ജീവിത തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഭഗവാനെ ഉപാസിക്കാം, അല്ലെങ്കിൽ ഭഗവാൻ സ്മരണ ഉണ്ടാക്കാം, അതിലേക്ക് ശ്രദ്ധ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇത്ര കാലം ഇരിക്കുമെന്നൊന്നും ആർക്കും നമുക്ക് അറിയാവുന്നതല്ല. അത് തുടരാണ്. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകുമതെന്നെ പറയാവൂ. നമ്മുടെ ശരീരം ഈ ഊതി വീർപ്പിച്ച ബലൂണ് പോലെന്നോ അല്ലെങ്കിൽ സോപ്പ് കുമിള പോലെയാണെന്ന് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു. അത് വീർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ നമ്മുടെ കൈമുതലാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ധാരാളം മിഥ്യാധാരണകളാണ്. നമ്മളിങ്ങനെ മനക്കോട്ട കെട്ടുകയാണല്ലോ എന്നും. ആ മനക്കോട്ടകളും നമ്മുടേതായിട്ട് ഉള്ള കുറേ ധാരണകളും കൊണ്ട് നമ്മളിങ്ങനെ ഈ നീർപ്പോള പോലെ ഈ ദേഹം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് ആദ്യം വീർത്ത് വരും, പിന്നീട് അത് നേർത്താണ് വരുന്നത്. വീർത്ത് വരുന്ന സാധനം പിന്നീട് കാലം ചെല്ലുന്തോറും അത് നേർത്ത് വരുമെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പം ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ഞാൻ ഇന്ന അധികാരത്തിലിരുന്നതാണ്, ഓഫീസിൽ ഏറ്റവും ടോപ്പായിരുന്നു ഞാൻ, എൻ്റെ പൊസിഷൻ, അതുകൊണ്ട് മറ്റെല്ലാവരും എനിക്ക് താഴെ തന്നെ നിൽക്കണം, എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ഞാൻ പറയണത് അനുസരിക്കണം എന്നാണ് മറ്റു ചിലർ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ കുലമഹിമ എന്ന് പറയണത്, നമ്മൾ എന്തുകൊണ്ടാണ് ആ കുലത്തിൽ ജനിച്ചു എന്ന് പറയുന്നത്, നമ്മുടെ അച്ഛനമ്മമാർ ആ കുലത്തിലുള്ളത് കൊണ്ട് നമ്മളും ആ കുലത്തിൽ ജനിക്കുന്നു, അവരിൽ നിന്നുണ്ടായ നമ്മളും ആ കുലത്തിലെയാണ് എന്ന് അഭിമാനിക്കുന്നു. കുലം കൊണ്ടല്ല ഒരിക്കലും നമ്മൾ ഇത് പറയേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവത്ഗീതയിൽ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റു കുലങ്ങൾ ഏത് കുലമായാലും അത് കുലമഹിമ നമ്മൾ പറയുന്നത് കർമ്മം കൊണ്ടാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സമ്പാദിക്കുന്ന സാധനങ്ങൾ എന്ത് വേണമെങ്കിലും സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും പൊട്ടിപ്പോവും, പോള പൊട്ടുന്ന പോലെ പൊട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ സമ്പാദിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ കുറച്ച് സമ്പാദിച്ചു, കുറച്ചും കൂടെ സമ്പാദിക്കാം, ഇനിയും സമ്പാദിക്കാം എന്ന് ചിലർ ചിന്തിക്കും. ചിലർ സ്ഥാനമാണ് ചിന്തിക്കുന്നത്. ഈ സ്ഥാനത്തെത്തി ഇതിലും ഉയരാം അതിലും ഉയരാം, ഏറ്റവും ടോപ്പിലെത്താം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇനി അറിവാണെങ്കിലും ഇത് പഠിച്ചു, എനിക്കെല്ലാം അറിയാം, ചിലരങ്ങനെയാണ് ചിന്തിക്കുന്നത്, നന്നായിട്ട് അറിയാം, അതും മിഥ്യാധാരണയാണ്. ഇതെല്ലാം മിഥ്യാധാരണകളാണ്. ഈ മിഥ്യാധാരണകളൊക്കെ കൈമുതലാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു പോള പോലെ വീർത്തിരിക്കുകയാണ്. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് ഇതിങ്ങനെ സമ്പാദിച്ചു കൂട്ടാനുള്ള ഒരു തത്രപ്പാടിൽ നമ്മൾ കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഭഗവാനെ സ്മരിക്കുന്ന പോലുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹരേ രാമ ചൊല്ലുക, അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ ജപിക്കുക, അല്ലെങ്കിൽ കൈകൂപ്പി ഒന്ന് നമസ്കരിക്കുക. ഇത്രയും കാലത്തെ ഞാൻ ഭഗവത്ഗീത വായിക്കുമ്പോഴും നാരായണീയത്തിലൊക്കെ പറഞ്ഞ പോലെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഇന്ന് ഞാൻ എണീറ്റല്ലോ എന്ന ഒരു നന്ദി ഭഗവാനോട് പറഞ്ഞേ പറ്റൂ. കാരണം ഇന്ന് രാത്രി വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ട്. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടേ. രാത്രി ആവുമ്പോഴും നമ്മൾക്ക് ആ ഒരു ദിവസം നമുക്കൊന്നും സംഭവിക്കാതെ, പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നുമില്ലാതെ ആ ദിവസം കഴിഞ്ഞു കൂടിയതിന് ഒരു നന്ദി പറയാം. വീണ്ടും നമ്മൾ കിടക്കുന്നു, നാളെ എണീക്കുമെന്നോ യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. അതല്ലേ നേരത്തെ പറഞ്ഞ ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും ഒന്നും ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ അഹങ്കാരത്തിന് നമുക്ക് യാതൊരു കുറവുമില്ല. അതാണ് കവി കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നത്.
സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ചിലർക്ക് ഇപ്പോൾ അറിയാലോ, നമ്മൾ ഇത് അധികമായിട്ട് വിവരിക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് ആ സ്ഥാനം വേണം, എനിക്ക് ഈ സ്ഥാനം വേണം, എനിക്ക് മുഖ്യമന്ത്രി കസേര വേണം, എനിക്ക് പ്രധാനമന്ത്രി കസേര വേണം. അല്ല, ഒരാളെ മാത്രം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്തതാണ്. അങ്ങനെ കലഹിക്കുകയാണ്. അവനവൻ്റെ ഓഫീസിലാണെങ്കിൽ പോലും എനിക്ക് ഹയർ ഗ്രേഡ് കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലെത്തണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ളവരോട് കലഹിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യും അവരെ. ഇപ്പോഴത്തെ ഒരു മറ്റുള്ളവരോട് കലഹിച്ചിട്ട് വേണം എനിക്ക് സ്ഥാനം കിട്ടാൻ വെച്ചാൽ ഞാൻ കലഹിക്കുക തന്നെ ചെയ്യും. നാണം ഇല്ലാണ്ട് നടക്കുക എന്ന് പറയില്ലേ നമ്മൾ. നാണമെന്ന് പറയുന്നത് വസ്ത്രം ധരിക്കായ്മ മാത്രമല്ല, എപ്പോഴും എന്തിനോടും അടികൂടി തല്ലുകൂടി ഇങ്ങനെ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കൂസലും ഇല്ല എന്നുള്ള മാതിരി, ഒരു നാണവും ഇല്ല എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ ഇങ്ങനെ നടക്കും. അപ്പോൾ തൻ്റെ പ്രവൃത്തികൾ, താൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യാൻ പാടുള്ളതാണോ എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തതാണ് ശരിയല്ലോ, ജീവിക്കുമ്പോൾ ഞാൻ ചെയ്തതാണ് എപ്പോഴും ശരിയെന്ന് ചിന്തിക്കുന്നവരാണ്. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള മത്സരം മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം ചെയ്യുന്നതാണ് ശരി എന്ന ഒരു അഹങ്കാരം, മതം. ഈ രീതിയിൽ മതികെട്ട് ബുദ്ധിയില്ലാതെ ചിലർ ജീവിച്ചു കൂട്ടുന്നു. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ. മറ്റു ചിലർ കാമഭ്രാന്തിന് വേണ്ടിയിട്ട് ചഞ്ചലാക്ഷിമാരുടെ വീടുകളിലൊക്കെ കയറി നടക്കുകയാണ്, കുഞ്ഞിരാമനായിട്ട് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിനും ഒരു വ്യവസ്ഥയില്ല, ഞാനെന്താ ചെയ്യുന്നത് എന്നുള്ള ബോധം ആർക്കും ഇല്ലാതെ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രം വരച്ച് കാട്ടുക തന്നെയാണ് കവി ചെയ്യുന്നത്. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. കോലകങ്ങളിൽ കോലം കെട്ടി നടക്കും, സേവകരായിട്ട് കോലം കെട്ടി ഞെളിഞ്ഞ് നടക്കുന്നു. അതായത് ചിലപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ ആണെങ്കിൽ രാജഭൃത്യന്മാർ ഞങ്ങൾ രാജാവിനേക്കാൾ വലുതാണ് എന്ന ഭാവത്തിലൊക്കെ നമ്മളോട് പെരുമാറും. നമ്മളോടൊന്നല്ല, മറ്റുള്ളവരോട്, ജനങ്ങളോട് പെരുമാറും. ഞാനാണ് ഈ കൊട്ടാരം മുഴുവനായിട്ട്, ഈ രാജാവിനെ മുഴുവനായിട്ട് നിയന്ത്രിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ രാജഭരണമില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലത്തെ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും മറ്റെല്ലാ ഓഫീസുകളിലൊക്കെ അവരുടെ അസിസ്റ്റൻസ് ഞാനാണ് അവരെക്കാൾ ഉന്നത പദവിയിൽ ഇരിക്കുന്നവളേക്കാൾ പ്രധാനി എന്ന നിലയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് പല ഓഫീസുകളിൽ ചെന്നാലും അറിയാമല്ലേ, ഉദ്യോഗസ്ഥന്മാരെക്കാളും അധികാരം അവരുടെ അസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുന്നത്. ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട്, ശാന്തിക്കാരാണെങ്കിലോ അവരുടെ ജോലിയാണ് ശാന്തി ചെയ്യൽ. ആ ജോലി എന്ന രീതിയിൽ അതിനെ കണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അതിൽ ചെയ്യുന്ന ജോലിക്ക് രാവിലെ വന്നാൽ അമ്പലത്തിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. പുഷ്പാഞ്ജലി ആയാലും അല്ല ഇനി അഭിഷേകമായാലും മറ്റെന്തായാലും ഭഗവാനുള്ള പ്രസാദം തയ്യാറാക്കുന്നതായാലും ഇതെല്ലാം തൽക്കാലം ഞാൻ ചെയ്യുന്നു. എനിക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണമെന്നോ അല്ലെങ്കിൽ ഇത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നോന്നോ എന്നൊന്നുമല്ല. ഇത് രാവിലെ എനിക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടികളാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന രീതിയിലാണ്. അങ്ങനെ ആർക്കോ വേണ്ടി ഒരർത്ഥവുമില്ലാതെ ചെയ്ത് സന്ധ്യയോളം പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവനവൻ്റെ ധർമ്മങ്ങൾ യാതൊരു കാരണത്തിലും അവരനുഷ്ഠിക്കുന്നേ ഇല്ല. അവരെ നല്ല ഈ പറഞ്ഞ എല്ലാവരും കേട്ടോ, അല്ലാണ്ട് ശാന്തി ചെയ്തവർ മാത്രമായിട്ടല്ല പറഞ്ഞത്. സ്വന്തം കാര്യം മാത്രം നോക്കി ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന രീതിയിൽ ജീവിക്കുന്നു. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. ഇനി മറ്റു ചിലർ അവനവൻ്റെ ധർമ്മം അനുഷ്ഠിച്ച് അതും കൃത്യമായിട്ടല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ സ്വന്തം കാര്യമാണ് വലുത്. ഞാൻ അച്ഛനുണ്ടോ, അവിടെ അമ്മ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ,
അതെൻ്റെ കടമയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ അവരായി അവരുടെ വഴിയായി, ഞാനായി എൻ്റെ വഴിയായി എന്ന രീതിയിൽ ചിന്തിക്കുക. അങ്ങനെ അച്ഛനെയും അമ്മയും ഒന്നും പുനരച്ഛനും ഭാര്യയ്ക്കും, അച്ഛനെ നോക്കുന്നില്ല, അമ്മയെ നോക്കുന്നില്ല, ഭാര്യയെ പോലും നോക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും നിത്യവൃത്തിക്കുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ എൻ്റെ കാര്യം സുഖമായിട്ട് നടക്കണം. സാധാരണ ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ നടക്കുന്നതാണ്. ചെറിയ സാധാ വീടുകളിലൊക്കെ ഉള്ള ആൾക്കാർ പകലന്തിയോളം പണിയൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസയ്ക്ക് അങ്ങനെ തന്നെ പോകുന്നത് ബാറിലേക്കായിരിക്കും. ഭാര്യമാരെയൊന്നും കാണുന്ന തന്നെ ഉണ്ടാവില്ല, അവർക്കൊന്നും കൊടുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ട് വേണ്ടി വരും അവർക്ക് ജീവിക്കാൻ വെച്ചാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണല്ലോ സമൂഹത്തിലെ സ്ത്രീകൾ അങ്ങനെ മുന്നിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു വരുമാന മാർഗം കണ്ടെത്താനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അവരെപ്പോഴും ഭർത്താവ് പറയുന്നതനുസരിച്ച് ഒരു അടിമയെ പോലെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം വേണം, പക്ഷെ അമിതമാവരുത്. അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അത് പുരുഷനായാലും അവരവരുടെ കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷെ അമിതമായിട്ട് അനാവശ്യമായിട്ട് ഭാര്യയാണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. സ്വന്തം കാര്യം മാത്രമാണ് ചെയ്യുന്നത്. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു വെർഷനാണ്. വീട്ടിലേക്കേ വരുന്നില്ല. അങ്ങനെ ഒരാൾ വീട്ടിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ, വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ട് എന്നുള്ള ഒരു ഭാവം പോലും കാണിക്കുന്നില്ല. സ്വപ്നത്തിൽ പോലും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ഒരാളുണ്ട്, അപ്പോൾ അവരവിടെ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ അതൊന്നും, എനിക്ക് എൻ്റെ കാര്യം മാത്രം, അത് നന്നായിട്ട് നടക്കണം എന്ന രീതിയിലാണ് ജീവിക്കുന്നത്. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. ഇനി നമ്മൾ ആരെങ്കിലും അവരെ ഇങ്ങനെ നടക്കുന്നവരെ ഉപദേശിക്കാൻ ചെന്നാൽ സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ അവർ നമ്മളെ ശത്രുവിനെ പോലെ കാണുന്നത്. ഇയാളെന്താ പറയുന്നത്, എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഇയാൾ പറയണത് എല്ലാം വിഡ്ഢിത്തരമാണ്, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാണുമ്പോൾ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. വന്ധ്യതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നു ഇതു ചിലർ. നമ്മൾ ബഹുമാനിക്കേണ്ട കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, മഹാത്മാക്കൾ, ഋഷിമാർ, ഋഷിതുല്യർ. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ രചിച്ച മഹത് വ്യക്തികൾ, ഇവരെയൊക്കെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുമ്പം അതിനൊന്നും പറ്റില്ല, നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരല്ലേ വലിയ ആൾക്കാർ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ അവരെ പോയിട്ട് ഉപദേശിച്ച് നന്നാക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. പുച്ഛിച്ച് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് അവർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ. നോക്കൂ, കാണുകേ, നോക്കൂ, എൻ്റെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പു, ഞാനാണ് ഈ ലോകം മുഴുവൻ നയിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ഈ നാട്ടിലുള്ള കാര്യങ്ങൾ, എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ, ഈ സമൂഹത്തിലെ തന്നെ കാര്യങ്ങൾ, തൽക്കാലം നമുക്ക് ലോകം മുഴുവൻ എന്ന് പറയാതെ എത്രയെങ്കിലും ഇതൊക്കെ ഞാനാണ് എല്ലാ കാര്യങ്ങളും ഇതിലൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്, ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാനില്ലെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ചിന്തിക്കും, നമ്മളില്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീട് കഴിയുണ്ടാവുക എന്ന്. ഒന്നുമില്ല. അച്ഛൻ പണ്ട് പറയും, പല്ലി ഉത്തരത്തിലിരിക്കുമ്പോൾ പല്ലിയുടെ വിചാരം പല്ലിയാണ് വീട് മുഴുവൻ താങ്ങുന്നത് എന്ന്. അതുപോലെയുള്ളൂ, നമ്മളെന്ന് വേണമെങ്കിലും ഇല്ലാതാവാം. അപ്പോഴും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ലോകം നടക്കും, ഈ വീട് നടക്കും, ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോവും. വീട് നടക്കും എന്നല്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോവും, നമ്മൾ മാത്രം ഇല്ലാണ്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനില്ലെങ്കിൽ ഈ ലോകമില്ല എന്നൊന്നും ചിന്തിച്ചാരും വിഡ്ഢിത്തരത്തിൽ ജീവിക്കണ്ട എന്ന് ഒരു മുന്നറിയിപ്പും കൂടെ തരിക. അതല്ല, അങ്ങനെയാണ് ആൾക്കാർ, ഇങ്ങനെയാണെന്ന്, ഞാനില്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല എന്ന് ചിന്തിക്കുന്നതാണ് മനുഷ്യന്മാരെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുന്നു, മതികെട്ട് നടക്കുന്നു, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ ചെല്ലുന്നു, സേവകന്മാരായ ആണെങ്കിൽ പോലും ഞങ്ങളാണ് ഏറ്റവും വലുത് എന്ന് ഞെളിയുന്നു, ശാന്തി ചെയ്യുന്നവർ അവരുടെ പ്രവൃത്തി പറഞ്ഞു,
അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒരു ചെലവിനും കൊടുക്കാതെ അവരവിടെ വീട്ടിലുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുന്നു. ഇനി ഭാര്യ ഉണ്ടെങ്കിൽ പോലും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് പത്നിയെന്ന് അവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ, അത് തിരിച്ചു ആവാട്ടോ. ഇനി അവരെ എങ്ങാനും ഉപദേശിക്കാൻ ചെന്നാലോ, അപ്പോൾ അതിന് നമ്മളോട് ദേഷ്യം, പുച്ഛം, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന ചിന്താഗതി ഞങ്ങളുടെ സംസാരം കൊണ്ട്, ഞങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ചിന്താഗതികളെ ഇങ്ങനെ വരച്ച് കാട്ടിത്തരാണ് വൃത്തിക്ക്, അല്ലേ? ഇതൊക്കെ തന്നെയാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. അത് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. വീണ്ടും തുടരുന്നു, അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണോ.